അമ്മയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പമാണ് കഴിക്കാൻ പോകുന്നത്. അപ്പം സാധാരണ വെള്ളയപ്പം എന്നൊക്കെ പറയില്ലേ, അപ്പമാണ് 3 കഴിക്കാൻ. വിശക്കുന്നുണ്ട്, നല്ല വിശക്കുന്നുണ്ട്. കാപ്പി കുടിക്കുന്ന ടൈം കണ്ടല്ലോ, എല്ലാവരും കാണാൻ വിശക്കും. കാപ്പി കുടിക്കുന്ന സമയം 1 മണിക്കാണ് കാപ്പി കുടിക്കുന്നത്. അപ്പം അപ്പവും മുട്ടക്കറി ഞാൻ എണിച്ച് ലേറ്റ് ആയതുകൊണ്ട് ഉണ്ടാക്കി വെച്ച് ചൂടോടെ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ് അപ്പം. പ്രത്യേകിച്ച് ഇതിൻ്റെ സൈഡ് കണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ സൈഡൊക്കെ ഇങ്ങനെ മൊരിഞ്ഞ് വരണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ മൊരിഞ്ഞ് വരണം. അത് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി ചെടികളുടെ പരിപാലനം എന്നൊക്കെ പറയാം. ചെടികൾ ഇത് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ജമന്തിയാണ്. അപ്പം ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ വീട്ടിലുണ്ട്. അപ്പം അവരെല്ലാം ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ജമന്തിയാണ്. ഫുള്ള് പോയി കേട്ടോ, തൊട്ടി മൊത്തം നശിച്ച് തെറ്റിപ്പൂ. എണ്ണ കാച്ചാനൊക്കെ അടിപൊളിയാണ്. തെറ്റി എനിക്ക് ഫ്രണ്ടിലുള്ളതാണ് കൈതച്ചക്ക ഞാൻ കണ്ടോ, ഇതിപ്പോൾ പിഞ്ച് കൈതച്ചക്കയാണ് നിൽക്കുന്നത്. ഇത് വേണമെങ്കിൽ ഞാൻ ഇതിനെ കൈതച്ചക്ക നമ്മൾ ഉച്ചയ്ക്കൊക്കെ ചായ കുടിക്കാൻ വേണ്ടി കൈതച്ചക്ക വെച്ചിട്ടൊരു പഞ്ചസാരയൊക്കെ ഇട്ട് മധുരത്തിലൊരു സാധനം ഉണ്ടാക്കും, കുറുക്കി ഉണ്ടാക്കി അങ്ങനെ കഴിക്കാറുണ്ട്. ഭയങ്കര ടേസ്റ്റ്. അവിച്ചെടുത്ത നല്ല ടേസ്റ്റ്. അത് എല്ലാവർക്കും അറിയാമല്ലേ. ഇത് പക്ഷെ വെള്ള അരളിയാണ് കേട്ടോ. ഇത് തന്നെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിന്റെ പേര് എനിക്കറിയില്ല. ഇതിന്റെ പേരറിയാവുന്നുള്ളവർ എനിക്കൊന്ന് കമന്റ് ചെയ്തിട്ട് ഇതിനെന്താണ് ഇതിന്റെ പേരെന്നൊന്ന് പറഞ്ഞു തന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ കുരുമുളക് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിലയാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇതിൽ കുരുമുളക് ഉണ്ടേ, വേണ്ട, കുരുമുളകൊക്കെ നിൽക്കുന്നുണ്ട്, കുറച്ചുണ്ട്. കുറേ പറിച്ചു കേട്ടോ, കുറേ പറിച്ചു കുരുമുളക്. പപ്പങ്ങ കിട്ടി. ഇപ്പൊ പപ്പങ്ങ വെച്ചൊരു എരിശ്ശൂരി വെക്കാം. മഞ്ഞൾ ഉണക്കാൻ ഇട്ടിട്ടിരിക്കുകയാണ്. ഇത് മഞ്ഞൾ ഉണക്കുന്നത് ഇത് ഉണക്കിയെടുത്ത് പൊടിപ്പിക്കാനൊക്കെ കൊടുക്കും. അപ്പോൾ ഫുഡിനെ പാകം ചെയ്യാനായിട്ട് കൃത്യമായിട്ട് ഈ മഞ്ഞൾ, ഇത് വീട്ടിൽ തന്നെ വിളഞ്ഞ മഞ്ഞളാണ്. ഇത് ഉണക്കിയെടുത്ത് ഇതിനെ നമ്മൾ നല്ല ഉണങ്ങിയതിന് ശേഷം പൊടിപ്പിക്കാൻ കൊടുക്കും. എന്നിട്ട് ആ മഞ്ഞൾ നമ്മൾ ആഹാരത്തിൽ പാകം ചെയ്യാനൊക്കെ ഉപയോഗിക്കും. കണ്ടല്ലോ, ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. പിന്നെ ചെമ്പരത്തി, ഒരുപാട് ഇഷ്ടമുള്ള ചെമ്പരത്തി ആണ്. ഇത് പണ്ട് മുതലേ, കുട്ടിക്കാലം മുതലൊക്കെ എൻ്റെ കുടുംബ വീട്ടിലെ ഈ ചെമ്പരത്തി കുറേ ഉണ്ട്. ചെമ്പരത്തി അപ്പം അമ്മ എപ്പോഴും ചെമ്പരത്തി പൂ പറിക്കും. എന്തെന്നറിയാവോ, പടത്തിലൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ പൂജാമുറിയിൽ ദൈവത്തിന് വെക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ എടുക്കാറുണ്ട് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കാച്ചാനും, അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഉണ്ടല്ലോ, ഇതിൻ്റെ ഇല എടുത്ത് ഇതിൻ്റെ താളി വന്നിട്ട് തലയിൽ തേക്കുമ്പോൾ നല്ല ഭയങ്കര ഇതാണ്, ഭയങ്കര ഉപയോഗമാണ്. മുടിക്ക് ഭയങ്കര സ്ട്രെങ്ത് കിട്ടും ഇതിൻ്റെ ഇല. അത് ചെമ്പരത്തി കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഓർക്കിഡ് പൂക്കളില്ല, പൂവൊക്കെ പോയി. ഇതിപ്പോൾ ഉണങ്ങി നിൽക്കുന്ന പൂവേ ഉള്ളൂ. ഓർക്കിഡ് നല്ല രസമാണ്. സമയം കഴിഞ്ഞു, സീസൺ കഴിഞ്ഞു, അതുകൊണ്ട് ഇല്ല. പിന്നെ ഇത് ഭംഗിക്ക് വേണ്ടിയുള്ള ചെടിയാണ്. ഇതൊരു ഭംഗി തന്നെയാണ് ഇതിൻ്റെ ഇല. പിന്നെ വെള്ളം ഒരുപാട് എപ്പോഴും ഒഴിച്ചില്ലെങ്കിലും കൃത്യമായിട്ട് അത് നശിക്കാതെ നിൽക്കും. അത് എപ്പോഴും ഇങ്ങനെ ഒരു ഇതുണ്ടാവും. പക്ഷെ കൃത്യമായി വെള്ളം ഒഴിക്കണം കേട്ടോ, ഒഴിച്ചില്ലെങ്കിൽ അതിന് പാവം കിട്ടും. ഇനി നമുക്ക് കുറച്ചൊന്ന് താഴോട്ട് പോയിട്ട് വരാം. ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഇവിടെ തന്നെ താമസിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കുറച്ച് പച്ചപ്പും കുറേ കാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഇഷ്ടമാണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് എപ്പോഴും ഫോൺ ചെയ്യാനും ഒക്കെ വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട്. ജസ്റ്റ് ഇറങ്ങി, ഇതെല്ലാം നമ്മളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്നതാണ് എല്ലാം. കണ്ടോ, നിങ്ങൾ ഇടയ്ക്കെടുത്ത റീലിലൊക്കെ
ഈ സ്ഥലമാണ് നിങ്ങൾ എപ്പോഴും കാണാറുള്ളത്. ഞാൻ ഇടയ്ക്ക് റീലൊക്കെ ചെയ്ത സമയത്ത് ഇതിൻ്റെ അകത്താണ് ഒക്കെയാണ് റീല് ചെയ്തത്. ഇവിടെ നിന്നാണ് റീലൊക്കെ ചെയ്തത്. ഇവിടെ മാവ്, പ്ലാവ്, അതുപോലെ തന്നെ വാഴ കുറേ ഉണ്ട്. വാഴ അങ്ങനെ കുറേ ഉണ്ട്. സാധാരണ ഇവിടെ ഭയങ്കര തണലാണ്. തണലെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സ്ഥലവും കൂടെയാണ്. ഞാൻ അഥവാ എന്തെങ്കിലും ഇപ്പോൾ അർജൻറ്റായിട്ട് ചിലപ്പോൾ വായിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈവനിങ് ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഭയങ്കര രസമാണ്, ഭയങ്കര തണലാണ്, ഭയങ്കര സമാധാനമാണ്, ഒരു സമാധാനമായ ഒരു ഇടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ഇത് എരിശ്ശേരി, പിന്നെ കണവ, ചിലപ്പോൾ അറിയാലോ കണവ ചൂടിൽ തന്നെ പോയി പിടിച്ച് കണവ കറിയാണ് കേട്ടോ. കണവ കറി തന്നെ സൂപ്പറായിട്ട് കണവ കറി ഉണ്ടാക്കി. പിന്നെ ഇതൊരു തോരന, ചെറിയൊരു തോരൻ. അത്രയായി. ഇനി മീനും കൂടെ പൊരിക്കാനുണ്ട്. അപ്പൊ അത് പൊരിക്കാനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 2 3 4 5 5 ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കണം, അത്രേ ഉള്ളൂ. ഇനി ചോറും കൂട്ടാനും കറികളൊക്കെ വച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊരു എന്തായാലും നമ്മൾ കാപ്പി കുടിച്ച സമയം നിങ്ങൾക്ക് അറിയാലോ, 1 മണിയായി, ഇപ്പൊ 2:30. ഇനിയിപ്പോ എന്തായാലും 3 4 മണിക്ക് കഴിക്കത്തുള്ളൂ. ഞാൻ എൻ്റെ പാചകമൊക്കെ കഴിഞ്ഞു. പിന്നെ പുറത്ത് ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ടോട്ടൂൻ്റെ കാര്യമൊക്കെ നോക്കി. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നും ചെയ്യുന്ന കാര്യമാണ് വായന എന്ന് പറയുന്നത്. പുസ്തകങ്ങൾ വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് വായിക്കാറുണ്ട്. ഇതുവരെ ഞാൻ വായിച്ചു വെച്ചതാണ്. ഇനി ഇങ്ങോട്ടും കുറേ ഉണ്ട്. ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. പബ്ലിക് ലൈബ്രറിയിൽ പോവാറുണ്ട് ട്രിവാൻഡ്രത്ത്. അവിടുന്ന് അത്യാവശ്യം ഇഷ്ടമുള്ള സാധനങ്ങൾ പോയി എടുക്കും. പിന്നെ കറക്റ്റ് സമയത്ത് തന്നെ കൊണ്ട് കൊടുക്കുകയും വേണം. അപ്പം അതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിനകത്ത് ഏകദേശം ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ ഇത്രയും വായിക്കാനുണ്ട്. സമയം കിട്ടുന്നതിനനുസരിച്ച് വായിച്ച് തീർക്കും. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു നോവലാണ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറഞ്ഞിട്ട് നിമ്ന വിജയ് എഴുതിയ നല്ലൊരു സ്റ്റോറിയാണ് കേട്ടോ. ഒരുപാട് 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 ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇത് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നതാണ്. ഒരു ആളെനിക്ക് ഗിഫ്റ്റ് തന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. ഞാനിത് ഫുള്ളും വായിച്ചു തീർത്തു. ഇനി കുറച്ച് നേരത്തേക്ക് ഞാൻ അതിലേക്ക് പോവുകയാണ്. അപ്പം സ്ഥിരമുള്ള കാര്യങ്ങൾ കൃത്യമായി അത് ചെയ്യുക തന്നെ വേണം. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരും കാണുന്ന എല്ലാവരും, കുട്ടികളായിരുന്നാലും ആരായാലും, അവർക്ക് പറയാനുള്ള ഒരു എൻ്റെ ഒരു എന്താ പറയുക റിക്വസ്റ്റ് എന്ന് പറയുന്നത്, വായന ശീലം ഏറ്റവും നല്ലതാണ്. അതിപ്പോൾ ന്യൂസ് പേപ്പർ ആയിരുന്നാലും അതുപോലെ തന്നെ എന്ത് നോവലായിരുന്നാലും എന്ത് കിട്ടിയാലും അത് വായിക്കും. കുട്ടികളെയും കൂടെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു കാര്യം കൃത്യമായിട്ട് എന്തെന്ന് വെച്ചാൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിക്കാനൊക്കെ പോകുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. അപ്പോൾ നമ്മൾ എല്ലാം സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയണമെങ്കിൽ അറിവ് വേണം എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അറിവ് കിട്ടണമെങ്കിൽ വായനയിലൂടെ മാത്രമേ, ചരിത്രമായിരുന്നാലും എന്തായിരുന്നാലും വായിച്ചു തന്നെ ശീലിക്കണം. പഠിക്കുന്നവർക്കും ഏറ്റവും ഉപകാരമാണ്. പഠിക്കുന്നവർക്ക് ഇപ്പൊ എക്സാം ഒക്കെ വരുമ്പോൾ PSCക്ക് ആയിരുന്നാലും എല്ലാത്തിനും ഉപയോഗപ്പെടുന്ന ഒരു കാര്യവും വായന തന്നെയാണ്. അപ്പൊ വായനാശീലം ഏറ്റവും നല്ലതാണ്. അപ്പൊ ഞാൻ അതിലേക്ക് പോവുകയാണ്. ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിലൂടെ മാത്രമേ അത് സാധിക്കത്തുള്ളൂ. ആരോടും പോയി റിക്വസ്റ്റ് ചെയ്യേണ്ട, എല്ലാവരും ചോദിച്ചെന്ന് എല്ലാവരും പറഞ്ഞു തരുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമുക്കുള്ള അറിവുകൾ നേടിയെടുക്കാൻ വായനയിലൂടെ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം ഞാൻ അതിലേക്ക് പോവുകയാണ്. അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്ന അല്ലെങ്കിൽ എന്നെ കണ്ടിരുന്ന എല്ലാവരോടും നന്ദിയുണ്ട്. അപ്പോൾ എന്നെ വീണ്ടും പുതിയ വീഡിയോസ്, ഇനിയും പുതിയ വീഡിയോസും പുതിയ കാര്യങ്ങളുമായിട്ട് വരാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. അപ്പം മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുക. എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ.